ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ചെറിയ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലം തന്നെയാണ്. ഇതിലെടുത്തു പറയേണ്ടത്, പുതിയ ജോലിക്ക് നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ജോലിയിൽ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാനൊരു ജോലിയായിരിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് മാറ്റം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. സഹോദരങ്ങൾക്ക് തൊഴിലിൽ മേന്മ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദരങ്ങൾക്ക് ഉദ്യോഗസ്ഥത്തിൽ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. സഹോദരങ്ങൾക്ക് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അത് സഹോദരങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നത് നിങ്ങളുടെ സമയം ഗുണകരമായിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അവരതിൻ്റെ ഇതൊന്നും കാണിക്കത്തില്ല, നമ്മളോട്ട് ചോദിക്കാനും പോകണ്ട. ബുധ ശുക്ര പരിവർത്തനം മൂലം നിങ്ങൾക്ക് കലാരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ വളരെ ഗുണകരമായ സമയമാണ്. ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ വരുമാനത്തിൽ വർധനവുണ്ടാകുന്ന സമയമാണ് കലാകാരന്മാർക്കും കലാകാരികൾക്കുമൊക്കെ. ബുദ്ധിപരമായ കഴിവുകൾ കൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. നിങ്ങൾ ദൂരയാത്രകളൊക്കെ കഴിയാവുന്ന ഒന്ന് ഒഴിവാക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ നിങ്ങൾക്കതൊന്ന് ഒഴിവാക്കി വെക്കേണ്ട ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ശത്രുക്കളുടെ ഇടപെടൽ മൂലം വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാവുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസം. ഉദരരോഗം ഉണ്ടാകാനുള്ള സാധ്യത ഈ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. പോരെങ്കിലും നോൺ വെജുകളൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുക. കഴിയാവുന്നതും തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് ആഹാരങ്ങൾ വാങ്ങി കഴിക്കുക. കഴിവതും ദീർഘയാത്രയൊക്കെ പോകുമ്പോൾ ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്നതൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി പാർസലായിട്ട് കൊണ്ടുപോയി അത് ഭക്ഷിച്ച് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഉടനെ ഒരു ഡോക്ടറെ കണ്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. നിങ്ങൾക്ക് അശ്രാന്തമായ പരിശ്രമങ്ങളൊക്കെ വേണ്ടി വരുന്ന സമയമാണ്. നിങ്ങളുടെ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം പണിയെടുക്കേണ്ടതായിട്ട് വരും. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. തൊഴിൽ മേഖലയിലൊക്കെ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രഷർ കൂടി വരുന്ന സമയമാണ്. ഇരട്ടി ജോലി ചെയ്യേണ്ടി വരുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥൻ്റെ ശകാരമൊക്കെ കേൾക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. മനസ്സിൻ്റെ തൃപ്തി അനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർണ്ണത എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചൊന്നും വരില്ല, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിച്ചൊന്നും വരില്ല. ഏറെക്കുറെ അറ്റപ്പറ്റ എത്തുമെന്നേ ഉള്ളൂ. ദാമ്പത്യ ജീവിതത്തിൽ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ദമ്പതിമാർക്ക് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. ഗൃഹം സ്വന്തമാക്കുന്നതിന് അനുകൂലമായ സമയമാണ്. കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ഈ ദമ്പതിമാരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കും. മാതാവിൻ്റെ ആരോഗ്യം അത്ര കണ്ട് ഗുണകരമല്ല. അതിൽ ആരോഗ്യ പ്രശ്നവും ഉണ്ടാകും. അത് മൂലം നിങ്ങൾക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടാകുന്നതാണ് മാതാവിൻ്റെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുവോ ധനമോ ആഭരണമോ ഒക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. വാഹനയോഗം നിങ്ങൾക്ക് കാണുന്നു. ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ വാഹനങ്ങൾ വാങ്ങാനോ മാറ്റി വാങ്ങാനോ ഒക്കെ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ അകൽച്ച, മാനസികമായിട്ട് നിങ്ങൾ ആൾക്കാർക്കായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ കുടുംബത്തിലെ ബന്ധുക്കൾ, അച്ഛനമ്മമാർ ഒക്കെ ആയിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ചെക്ക് പോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ധനപരമായിട്ട് ആരെങ്കിലുമൊക്കെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘനാളായിട്ട് വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ട് നിന്നിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാകാനുള്ള സമയമാണ്.
അപ്പോൾ പൊതുവേ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ഒഴിച്ചാൽ, പ്രത്യേകിച്ച് ദമ്പതിഭാവത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ഒഴിച്ചാൽ കാലം പൊതുവെ അനുകൂലമാണ്. അപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ, ഇപ്പോൾ നമുക്ക് ജീവിതത്തിലുണ്ടായിരുന്ന ചില ദോഷഫലങ്ങളുടെ മാറ്റ് കുറക്കാനും കാഠിന്യം കുറക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ വ്യാഴാഴ്ചകളിലൊക്കെ കഴിയുന്നതും മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കേണ്ടത് ഉത്തമമാണ്. വ്യാഴാഴ്ചയിൽ, ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയിൽ ബ്രാഹ്മണന് അല്ലെങ്കിൽ തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം രക്ഷസിന് സമർപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. ശ്രദ്ധിക്കുക, പത്മം താമര ഇതിലിട്ട പാൽപ്പായസം രക്ഷസിന് സമർപ്പിക്കുക തിടപ്പള്ളിയിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ. അതിൽ നിന്ന് പ്രസാദം തിരിച്ച് കിട്ടത്തില്ല, കഴിച്ച് നിങ്ങൾ പോരുക നിങ്ങളുടെ പേരുന്നാളും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക, ഗുണകരമാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ബുധനാഴ്ചകളിൽ ധരിക്കുക, അതല്ല എങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വ്യാഴാഴ്ചകളിൽ ധരിക്കുക. ഭഗവാനെ തുളസി മാല സമർപ്പിക്കുക, തുളസിക്കതിർ സമർപ്പിക്കുക, പാലഭിഷേകം നടത്തുക, മുഴുക്കാപ്പ് ചാർത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ദമ്പതിഭാവത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ കഴിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നവഗ്രഹ പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ 7ാം ഭാവത്തിനെ കുറിച്ചൊന്ന് രാശി വെച്ച് ഗണിച്ചിട്ട് 7ാം ഭാവത്തിൽ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത്, മറ്റു ഗ്രഹങ്ങളുടെ ഏത് ഗ്രഹങ്ങളുടെ വീക്ഷണമാണുള്ളത്, എന്തൊക്കെയാണ് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ ആരാഞ്ഞ് അതിനുള്ള പരിഹാരം കാണുന്നത് നല്ലതാണ്. അതല്ല എങ്കിൽ പൊതുവേ നവഗ്രഹ പൂജ നടത്തുന്നത് നല്ലതാണ്. ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലങ്ങൾ ഒരുവിധം അനുകൂലമായിട്ട് പോകുന്നതാണ്. കഴിയാവുന്ന തർക്കത്തിലേക്ക് പോകാതെ ഇത് സമയത്തിൻ്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കി രണ്ടുപേരും ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ കഴിയുമ്പോൾ, മെയ് മാസത്തോടുകൂടി ആകുമ്പോൾ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകുന്നു പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കാലങ്ങൾ ഒരുവിധം അനുകൂലമായി മാറുന്നതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയൊക്കെ മാറി കുറേ കൂടി ഉണർവോടും ഉന്മോഷത്തോടും കൂടി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുമൂലം ഭാവിയിൽ ഗുണകരമായി ഭവിക്കാനും സാധിക്കും. മേലുദ്യോഗസ്ഥൻ്റെ ശകാരങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഒക്കെ വേണ്ട വിധം യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യുക. ഏവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ, നല്ലൊരു മാസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.